ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നികേഷ് നമ്മുടെ നിധിയെയും കൂട്ടി സ്കൂട്ടി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ ആകെ വെപ്രാളം പെട്ട് നിൽക്കാട്ടെ, ഇവരെ രണ്ടുപേരെയും തിരിച്ച് കാണാത്തതുകൊണ്ട്. നിധിക്ക് ഞാൻ പഠിപ്പിച്ചാൽ പോരെ, ഈ നികേഷിന് വരെ ഞാൻ തന്നെയല്ലേ പഠിപ്പിച്ചത്, പിന്നെന്താ അവൾക്ക് ഇത് ഇങ്ങനെ എന്നൊക്കെ ചോദ്യം മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുധീഷിന് ഇരിക്കപ്പുറത്തില്ലാണ്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. നികേഷിനെ മാറ്റിയിട്ട് ഞാൻ തന്നെ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ നിധിയുടെ പുറകിൽ കയറിയിരിക്കുകയാണ് സുധീഷ്. സുധീഷാണെങ്കിൽ ആ സമയത്ത് അശ്രദ്ധ തെറ്റിയിട്ട് നമ്മുടെ നിധിയെ സ്കൂട്ടിമെന്ന് താഴേക്ക് വീഴാം. അങ്ങനെ നമ്മുടെ നിധിയുടെ കൈയൊക്കെ ഒരതിയിട്ട് പൊട്ടുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം സുഭാഷേട്ടൻ വരെ പറഞ്ഞു, നീ എന്തിനാ ഓടിപ്പിക്കാൻ പോയത്, നീ കാരണമല്ലേ അവളുടെ കൈ പൊട്ടിയത്, നീ അല്ലെങ്കിൽ നികേഷ് അല്ലെങ്കിൽ ഞാനോ പഠിപ്പിക്കുമല്ലോ, ഞാൻ അവളുടെ ഏട്ടൻ നിന്നല്ല അവൾ പറയുന്നത്, ഹരീഷും നികേഷും അവളുടെ അനിയന്മാരും, നിന്നെ അവൾ ഒന്നുമായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് ഇതുവരെ പറയാണ്. നിധിയും തന്നെ നമ്മുടെ സുധീഷിനെ കുറേ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷും നികേഷും സുഭാഷേട്ടനും ഒക്കെ ഇപ്പോൾ കൂടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ്റെ കുറച്ച് കളിയാക്കലുണ്ട് കേട്ടോ സുധീഷിൻ്റെ അടുത്ത്. ആ സമയത്ത് നമ്മുടെ സുധീഷിന് ആകെ വിഷമം ആവാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്നെ ആർക്കും എന്ത് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ അതൊന്നും വിചാരിച്ചിട്ട് നമ്മുടെ സുധീഷ് മദ്യപിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ മദ്യപിച്ചിട്ട് നമ്മുടെ നിധിയോട് മോശമായി പെരുമാറാണ്. പക്ഷേ അതിനെ തുടർന്ന് നമ്മുടെ നിധി ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്